ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിൻ. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ചോദ്യോത്തരങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കൂടാതെ ഒരു പഠന സഹായി തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യോത്തരങ്ങൾ തന്നെയാണ് ആ പഠന സഹായിയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 336 പേജുകളുള്ള നമുക്ക് പഠിക്കാനുള്ള 35 അധ്യായങ്ങളിൽ നിന്ന് 1091 വാക്യങ്ങളിൽ നിന്ന് 4500ഓളം ചോദ്യോത്തരങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ സമഗ്രമായി തയ്യാറാക്കിയിട്ടുള്ള പഠന സഹായിയുടെ വില 250 രൂപയാണ്. പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ 300 രൂപയ്ക്കാണ് പഠന സഹായി നൽകുന്നത്. പഠന സഹായി ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 5 പുസ്തകം ഒന്നിച്ചു വാങ്ങുന്നവർക്ക് പോസ്റ്റൽ ചാർജ് ഉണ്ടായിരിക്കില്ല. 10 പുസ്തകം ഒന്നിച്ചു വാങ്ങുന്നവർക്ക് 25 രൂപ കുറച്ച് 225 രൂപയ്ക്കാണ് പഠന സഹായം നൽകുന്നത്. പോസ്റ്റൽ ചാർജും നൽകേണ്ടതില്ല. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. 140 മോക്ക് ടെസ്റ്റുകളാണ് ആകെ നടത്തപ്പെടുക. 30 എണ്ണം കഴിഞ്ഞു. ഇനിയും 110 മോക്ക് ടെസ്റ്റുകളുണ്ട്. 25 മാർക്കിന്റെയും 50, 100 മാർക്കിന്റെയും ഒക്കെ മോക്ക് ടെസ്റ്റുകളാണ് ഇനിയും നടത്താനുള്ളത്. കഴിഞ്ഞുപോയ മോക്ക് ടെസ്റ്റുകളുടെ ലിങ്ക് ലഭിക്കുന്നതിനും തുടർന്ന് നടക്കുന്ന മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കുന്നതിനും 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ ഭാഗമാണിത്. യോഹന്നാൻ അധ്യായം 10-ൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 42 വാക്യങ്ങൾ. 2 യോഹന്നാൻ അധ്യായം 10-ലെ ആദ്യത്തെ തലക്കെട്ട് ആട്ടിൻകൂട്ടത്തിന്റെ ഉപമ. 3 യോഹന്നാൻ അധ്യായം 10 ആരംഭിക്കുന്നത് എങ്ങനെ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. 4 ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നതാര്? കള്ളനും കവർച്ചക്കാരനും. 5 കള്ളനും കവർച്ചക്കാരനും ആട്ടിൻ തൊഴുത്തിലേക്ക് എങ്ങനെയാണ് കടക്കുന്നത്? വാതിലിലൂടെയല്ലാതെ മറ്റു വഴിക്ക്. 6 ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആരാണ്? ആടുകളുടെ ഇടയൻ. 7 ആടുകളുടെ ഇടയൻ തൊഴുത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? വാതിലിലൂടെ. 8 ഇടയന് വാതിൽ തുറന്നു കൊടുക്കുന്നതാര്? കാവൽക്കാരൻ. 9 കാവൽക്കാരൻ വാതിൽ തുറന്നു കൊടുക്കുന്നത് ആർക്ക്? ഇടയന്. 10 ഇടയന്റെ സ്വരം കേൾക്കുന്നതാര്? ആടുകൾ. 11 ആടുകൾ ആരുടെ സ്വരമാണ് കേൾക്കുന്നത്? ഇടയന്റെ. 12 ഇടയൻ തന്റെ ആടുകളെ എങ്ങനെയാണ് വിളിക്കുന്നത്? പേരു ചൊല്ലി വിളിക്കുന്നു. 13 ഇടയൻ തന്റെ ആടുകളെ പേരു ചൊല്ലി വിളിച്ച ശേഷം എന്തു ചെയ്യുന്നു? പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. 14 ആടുകളെ പുറത്തേക്ക് നയിക്കുന്നതാര്? ഇടയൻ. 15 തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ, ഇടയൻ എന്തു ചെയ്യുന്നു? അവയ്ക്ക് മുമ്പേ നടക്കുന്നു. 16 ആരാണ് ആടുകൾക്ക് മുമ്പേ നടക്കുന്നത്? ഇടയൻ. 17 ആടുകൾ ഇടയനെ അനുഗമിക്കുന്നത് എന്തുകൊണ്ട്? അവന്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട്. 18 ഇടയന്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ എന്തു ചെയ്യുന്നു? അവനെ അനുഗമിക്കുന്നു. 19 ആടുകൾ ഒരിക്കലും ആരെ അനുഗമിക്കുന്നില്ല? അപരിചിതനെ. 20 അപരിചിതനെ അനുഗമിക്കാത്തത് ആര്? ആടുകൾ. 21 ആടുകൾ അപരിചിതനെ എന്തു ചെയ്യുന്നില്ല? അനുഗമിക്കുന്നില്ല. 22 ആടുകൾ അന്യരിൽ നിന്ന് ഓടി അകലുന്നത് എന്തുകൊണ്ട്? അന്യരുടെ സ്വരം അറിയാത്തതിനാൽ. 23 അന്യരുടെ സ്വരം അറിയാത്തതിനാൽ ആടുകൾ എന്തു ചെയ്യുന്നു? അവരിൽ നിന്ന് ഓടി അകലുന്നു. 24 ആട്ടിൻകൂട്ടത്തിന്റെ ഉപമയുടെ അവസാനം യേശു അവരോട് ഈ ഉപമ പറഞ്ഞു എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയുന്നത്? എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല. 25 യോഹന്നാൻ അധ്യായം 10-ലെ 2-ാമത്തെ തലക്കെട്ട് നല്ല ഇടയൻ. 26 ആട്ടിൻകൂട്ടത്തിന്റെ ഉപമ പറഞ്ഞു കഴിഞ്ഞ ശേഷം യേശു എന്താണ് പറയുന്നത്? ഞാനാണ് ആടുകളുടെ വാതിൽ. 27 ആരാണ് ആടുകളുടെ വാതിൽ? യേശു. 28 അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു ഡാഷ് ഞാനാണ് ആടുകളുടെ വാതിൽ. യോഹന്നാൻ 10:7 പ്രകാരം പൂരിപ്പിക്കുക. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. 29 എനിക്ക് മുമ്പേ വന്നവരെല്ലാം ആരായിരുന്നു എന്നാണ് യേശു പറയുന്നത്? കള്ളന്മാരും കവർച്ചക്കാരും.
30 ആരാണ് കള്ളന്മാരും കവർച്ചക്കാരും എന്നാണ് യേശു പറയുന്നത്? എനിക്ക് മുമ്പേ വന്നവരെല്ലാം. 31 ആടുകൾ ആരെ ശ്രവിച്ചില്ല? യേശുവിന് മുമ്പേ വന്നവരെ. 32 യേശുവിന് മുമ്പേ വന്നവരെ ആര് ശ്രവിച്ചില്ല? ആടുകൾ. 33 ആരാണ് വാതിൽ എന്നാണ് യേശു പറയുന്നത്? ഞാൻ, അതായത് യേശു. 34 ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ എന്തു പ്രാപിക്കും എന്നാണ് യേശു പറയുന്നത്? രക്ഷ. 35 ആര് രക്ഷ പ്രാപിക്കും എന്നാണ് യേശു പറയുന്നത്? എന്നിലൂടെ പ്രവേശിക്കുന്നവൻ. 36 അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. ആര്? എന്നിലൂടെ പ്രവേശിക്കുന്നവൻ. 37 എന്തിനാണ് കള്ളൻ വരുന്നത്? മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും. 38 മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വരുന്നത് ആര്? കള്ളൻ. 39 ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ് എന്നാണ് യേശു പറയുന്നത്? അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും. 40 ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്കു വേണ്ടി എന്തു ചെയ്യുന്നു എന്നാണ് യേശു പറയുന്നത്? ആടുകൾക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. 41 ആരാണ് ആടുകൾക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നത്? നല്ല ഇടയൻ. 42 ആരാണ് ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നത്? ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ. 43 ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ എന്തു ചെയ്യും? ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകും. 44 ചെന്നായി വന്ന് ആടുകളെ എന്തു ചെയ്യുന്നു? ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. 45 കൂലിക്കാരൻ ഓടിപ്പോകുന്നത് എന്തുകൊണ്ട്? കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടും. 46 ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ട് ഓടിപ്പോകുന്നത് ആര്? കൂലിക്കാരൻ. 47 എന്തുപോലെയാണ് ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളത് എന്നെയും അറിയുന്നത്? പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ. 48 പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ആര് ആരെ അറിയുന്നു എന്നാണ് യേശു പറയുന്നത്? ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളത് എന്നെയും. 49 ഈ തൊഴുത്തിൽപ്പെടാത്ത ആടുകളെ ഞാൻ എന്തു ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. 50 അവ എന്റെ സ്വരം ശ്രവിക്കും. ആര്? ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകൾ. 51 ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകൾ എന്തു ശ്രവിക്കും എന്നാണ് യേശു പറയുന്നത്? എന്റെ സ്വരം. 52 ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളെ കൂടി കൊണ്ടുവരുമ്പോൾ എന്താകും എന്നാണ് യേശു പറയുന്നത്? ഒരാട്ടിൻ പറ്റവും ഒരിടയനും. 53 എന്തിനു വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? തിരിച്ചെടുക്കുന്നതിനു വേണ്ടി. 54 തിരിച്ചെടുക്കുന്നതിന് വേണ്ടി എന്ത് അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ജീവൻ അർപ്പിക്കുന്നതിനാൽ. 55 ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയില്ല. എന്ത്? ജീവൻ. 56 ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയില്ല. ഞാൻ അത് എപ്രകാരം സമർപ്പിക്കുകയാണ്? സ്വമനസ്സ. 57 ജീവൻ എന്തു ചെയ്യാൻ തനിക്ക് അധികാരമുണ്ട് എന്നാണ് യേശു പറയുന്നത്? സമർപ്പിക്കാനും തിരികെ എടുക്കാനും. 58 ജീവൻ സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന ആരിൽ നിന്നാണ് എന്നാണ് യേശു പറയുന്നത്? എന്റെ പിതാവിൽ നിന്ന്. 59 യേശുവിന്റെ ഈ വാക്കുകൾ മൂലം ആരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി എന്നാണ് പറയുന്നത്? യഹൂദരുടെ. 60 യേശുവിന്റെ ഈ വാക്കുകൾ മൂലം യഹൂദരുടെ ഇടയിൽ എന്തുണ്ടായി? ഭിന്നത. 61 യഹൂദരിൽ വളരെ പേർ യേശുവിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ്, എന്തിന് അവൻ പറയുന്നത് കേൾക്കണം. 62 അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ്, എന്തിന് അവൻ പറയുന്നത് കേൾക്കണം. ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്? യഹൂദർ യേശുവിനെ കുറിച്ച്. 63 എന്നാൽ മറ്റുള്ളവർ യേശുവിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഈ വാക്കുകൾ പിശാചുബാധിതന്റേതല്ല. 64 ഈ വാക്കുകൾ പിശാചുബാധിതന്റേതല്ല എന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞത് ആര്? മറ്റുള്ളവർ.
65 പിശാചിന് എന്തു ചെയ്യാൻ കഴിയുമോ എന്നാണ് മറ്റുള്ളവർ ചോദിച്ചത്. അന്ധരുടെ കണ്ണുകൾ തുറക്കാൻ. 66 അന്ധരുടെ കണ്ണുകൾ തുറക്കാൻ ആർക്ക് കഴിയുമോ എന്നാണ് മറ്റുള്ളവർ ചോദിച്ചത്. പിശാചിന്. ഇങ്ങനെ 66 ചോദ്യങ്ങളാണ് ഒന്നാം ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. പഠനസഹായി ആവശ്യമുള്ളവർ എത്രയും വേഗം തന്നെ മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ ഇടവകകളിൽ പരീക്ഷ എഴുതുന്ന പഠിക്കാൻ താല്പര്യമുള്ള ആളുകളോട് പുസ്തകം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. അങ്ങനെ 4-5 പേർക്ക് പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഒന്നിച്ച് ഓർഡർ ചെയ്യുക. എങ്കിൽ പോസ്റ്റൽ ചാർജ് ഇല്ലാതെ പുസ്തകം അയച്ചു തരുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കുക. ഇനിയൊരു 10 ദിവസം കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ള ബാക്കി ഭാഗങ്ങളുടെ മുഴുവൻ വീഡിയോസും ചെയ്തു കഴിയും. ഇത് 10ാം അധ്യായത്തിന്റെ ആദ്യ വീഡിയോയാണ്. ഇതിലിനി ഒരു വീഡിയോ കൂടിയുണ്ട്. 11, 12 അധ്യായങ്ങൾ 2 വീഡിയോ വീതമുണ്ട്. ഗലാത്യ 6 അധ്യായവും ആമുഖവും ചേർത്ത് 7 വീഡിയോ. അത്രയും വീഡിയോസ് 10 ദിവസത്തിനുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്തു കഴിയും. അത് കഴിയുമ്പോൾ ഓരോ ദിവസം ഒരു അധ്യായം എന്ന ക്രമത്തിൽ പഠിക്കുകയും അതിന്റെ റിവിഷൻ നടത്തുകയുമാണ് മോക്ക് ടെസ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പരമാവധി ആളുകൾക്ക് 100-ൽ 100 മാർക്ക് കരസ്ഥമാക്കുക. എഴുതുന്ന മുഴുവൻ ആളുകൾക്കും 80 മാർക്കിൽ കൂടുതൽ കരസ്ഥമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നമുക്ക് പരിശ്രമിക്കാം. വചനം എന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ഔഷധമാണ്. ആ വചനം പഠിക്കാനും ധ്യാനിക്കാനും നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് ലോഗോസ് ക്വിസ് പരീക്ഷ. പരമാവധി ആളുകൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.